രമ്യ ചേച്ചി, നിങ്ങളെ വീട് കണ്ടുപിടിക്കാൻ കുറച്ച് പാടുപെട്ടുട്ടോ. നിങ്ങളെ കാത്തിരുന്നു മടുത്തു രമേശ. ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ രമ്യ ചേച്ചിനെ കണ്ടിട്ടില്ല. ശരിയാ രമേശ, നീ ഒന്ന് തടിച്ചുട്ടാ. ശരിക്കും എല്ലാരും പറയുന്നത്. രമേശ, ഇതാണ് എന്റെ പ്രദീപേട്ടൻ. നമസ്കാരം പ്രദീപേട്ട. നമസ്കാരം. ചേച്ചി, ഇത് നിങ്ങളുടെ സ്വന്തം വീടാണോ? ആ, സ്വന്തം വീടാ. ഗുരുവായൂർ തൊഴാൻ വരുമ്പോ ഞങ്ങൾ ഇവിടെ വന്ന് താമസിക്കും. വേറെ 2 വീട് ഞങ്ങൾക്ക് നാട്ടിലുണ്ട്. ആണോ? ഞങ്ങള് താമസിക്കുന്നത് ഇതിലും വലിയ വീട്ടിലാ. മാത്രല്ല ഞങ്ങക്ക് വേറെ 3 വീടുണ്ട്. ചേട്ടൻ എന്തിലാ ജോലി ചെയ്യണേ? അല്ല, എനിക്ക് പ്രത്യേകിച്ച് ജോലി. അയ്യോ, പറയാൻ മറന്നു. ചേട്ടൻ ദുബായില് റിഗിലാ. 6 മാസം ജോലി, 6 മാസം നാട്ടില് റെസ്റ്റാ. ആ അതെ. രമേശ് എന്താ ചെയ്യുന്നത്? ഞാൻ കോഴിക്കച്ചവടമായി പോണു. രമേശ, കോഴിക്കച്ചവടോ? അതെ ചേച്ചി, വെറും കോഴിക്കച്ചവടല്ല, ഞങ്ങൾക്ക് എക്സ്പോർട്ടിംഗ് ആണ്. വലിയ ഫാമൊക്കെ ഉണ്ട്. USA, ലണ്ടൻ, പിന്നെ ബഹ്റിൻ, ദുബായ്, കുറെ സ്ഥലത്തേക്ക് എക്സ്പോർട്ടിംഗ് ഉണ്ട്. വലിയ ബിസിനസ്സാ. അതെ അതെ. അപ്പൊ നിങ്ങള് വലിയ നിലയിലാണ് അല്ലേ? അത്യാവശ്യം കുഴപ്പമില്ല. എന്റെ സുമിത്ര രമ്യ ചേച്ചിന്റെ വീട്ടിൽ നിന്ന് എന്ത് തള്ളലായിരുന്നു. പിന്നെ നിങ്ങൾക്ക് ജോലിയും കൂലിയും ഒന്നും ഇല്ല, നമ്മൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത് അവരോട് പറയണം. കൊറേ വീട്, എക്സ്പോർട്ടിങ്, ഇവിടെ ജീവിക്കാൻ നിവർത്തില്ല. രമ്യ ചേച്ചിയുടെ ഒരു ഭാഗ്യേ, കുറെ ഫ്ലാറ്റ്, വീട്, പോരാത്തതിന് ഭർത്താവിന് റിഗിലും ജോലി. നിങ്ങൾക്കാണെങ്കിൽ ജോലി ഇല്ല, കൂലി ഇല്ല. രമ്യ ചേച്ചിയുടെ ഒരു ഭാഗ്യേ. കല്യാണം കഴിക്കുകയാണെങ്കിൽ പ്രദീപേട്ടനെ പോലത്തെ ഒരാളെ കല്യാണം കഴിക്കണം. എൻ്റെ ഒരു യോഗം. പ്രദീപേട്ട, ഗസ്റ്റ് ഒക്കെ പോയില്ലേ? ഒന്ന് ഇങ്ങോട്ട് വന്നേ. ദേ വന്നു. ഈ വീട്ടിൽ ആർക്കാ ജോലി ഉള്ളത്? അതെന്താ സംശയം നിനക്ക്? നിങ്ങൾ ഇന്നേ വരെ എന്തെങ്കിലും ജോലിക്ക് പോയിട്ടുണ്ടോ? ഞാനൊരു പണിക്കും പോയിട്ടില്ല. ഈ വീട്ടിലത്തെ ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ നിങ്ങളെ ജോലിയാ. ഇത് നോക്കി ഇവിടെയൊക്കെ വൃത്തികേടായി കിടക്കുന്ന കണ്ടില്ലേ? അത്രയല്ലേ ഉള്ളൂ, ഇപ്പൊ ശരിയാക്കാം. ആ രമേശനൊക്കെ നല്ല നിലയിലായി. നിങ്ങൾക്ക് ജോലി ഉണ്ടോ, കൂലി ഉണ്ടോ? ഈ വാടക വീട്ടിലെ താമസവും എന്റെ ഒരു യോഗം.